ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിക്കോണിൽ നിന്ന് പുതിയതായിട്ട് വന്ന ZR എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഈ ഒരു ക്യാമറ സോണി FX3 കില്ലർ എന്ന രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഈ ഒരു ക്യാമറ ശരിക്കും FX3 കില്ലർ ആണോ, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ട് സിനിമ ക്യാമറ കമ്പനി നിക്കോൺ ഏറ്റെടുത്തോടുകൂടി അവരുടെ കയ്യിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സാണ് കിട്ടിക്കുന്നത്. ഉദാഹരണത്തിന് റെഡിൻ്റെ റോ, ഒരുപാട് അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് അതെല്ലാം ഈ ക്യാമറയ്ക്കകത്തും വെച്ചിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാതെ ഈ ക്യാമറയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മുടെ നിക്കോൺ ചെയ്തിരിക്കുന്നത് നോക്കാം. ക്യാമറയിൽ തന്നെ ഒരു നിക്കോൺ/റെഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റെഡിൻ്റെ പരമാവധി ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാമറ വരുന്നത് 24 മെഗാ പിക്സൽ ഫുൾ ഫ്രെയിം CMOS സെൻസറും ആയിട്ടാണ്. സെൻസറിൻ്റെ സൈസ് വന്നിട്ട് 35.9 mm ഇൻറ്റു 23.9 mm ആണ്. അത്യാവശ്യം വലിയ സെൻസർ തന്നെയാണ്, ഫുൾ ഫ്രെയിം സെൻസർ തന്നെയാണ്. ഒരുവിധം ഈ ക്യാമറകളിൽ കോമ്പറ്റേറ്റ് നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്യാമറ തന്നെയാണ്. C50 വന്നിട്ടുണ്ട്. സെയിം ഒരാഴ്ച 2 ദിവസം 3 ദിവസം ആ ഒരു ഡിഫറൻസിലാണ് C50 ഇറങ്ങിയപ്പോൾ തന്നെ നിക്കോണും അതിൻ്റെ ഒരു ക്യാമറ റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഐഫോൺ വന്നിട്ടുണ്ട്. ഇവരുകളൊക്കെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ക്യാമറ മാർക്കറ്റിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. ഐഫോണിനെ കുറിച്ചും പറയാനുണ്ട്. കാരണം ഐഫോണിൽ ക്യാമറ നല്ല രീതിയിൽ തന്നെ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് അവർ പ്രൊമോട്ട് ചെയ്യണത് തന്നെ സിനിമ ക്യാമറ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്യാമറേനെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഐഫോണിൻ്റെ. പിന്നെ ZRനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷനാണ്. എല്ലാ ക്യാമറയിലുള്ള പോലെ ഇതിനകത്ത് 7.5 സ്റ്റോപ്പ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ISO റേഞ്ച് ആണ്. FX3 ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് വേണം. കാരണം സോണി ലോ ലൈറ്റിൽ പൊളിയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ ISOയും. 100 മുതൽ 64,000 ആണ് അതിൻ്റെ ISO റേഞ്ച് വന്നിരിക്കുന്നത്. ബേസ് ISO എന്ന് പറയുന്നത് ലോഗിലൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ബേസ് ISOയിൽ തന്നെ എടുക്കേണ്ടി വരും. അത് ഇതേപോലെ 800ഉം. എനിക്ക് പിന്നെ പറയാനുള്ളത് ഇതിലെ റോ ഫീച്ചേഴ്സാണ്. നമ്മുടെ റെഡിൻ്റെ റോയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 12 ബിറ്റിലും ഓൾറെഡി H.265 10 ബിറ്റിലും 8 ബിറ്റിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നോർമൽ റോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പല ക്യാമറകളിലും ഇപ്പോഴും വന്നിട്ടില്ല അത്. പിന്നെ ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റിയാണ്. ഓഡിയോ റെക്കോർഡിംഗ് ഇപ്പോൾ ഇറങ്ങണ ഒരുവിധം ക്യാമറകളിലും ഇല്ലാത്ത റേഞ്ചിലാണ് 32 ബിറ്റ് ഓഡിയോ റെക്കോർഡിങ് ഈ ഒരു ക്യാമറയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് നിക്കോൺ. അതൊരു പ്രശംസനീയമായ കാര്യം തന്നെയാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ സോണി ഒന്ന് കണ്ട് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ A7 യൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ അത്ര ക്വാളിറ്റി അവർ പറയുന്നത് വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കിയിട്ട് നിങ്ങൾ കളർ അഡ്ജസ്റ്റ് ചെയ്തോളൂ, ഇവിടുത്തെ ഡിസ്പ്ലേ നോക്കേണ്ടതാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ 4 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ആക്ച്വലി 186 ഇവരുടെ സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ടാക്സ് ഒക്കെ വരുമ്പോൾ ഒരു 2 ലക്ഷം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ടാവും. ZRൻ്റെ ഫീച്ചേഴ്സും FX3ൻ്റെ ഫീച്ചേഴ്സും വെച്ചിട്ടൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് നിക്കോണിൻ്റെ ഭാഗത്ത് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു 4 വർഷം മുന്നേ വന്ന ക്യാമറ ആയിരുന്നു FX3. അടുത്ത് വരുന്ന FX3 Mark IIൽ സോണി ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇറക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ഇറക്കണം സോണി. FX3 Mark II വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫുൾ ഇൻഡസ്ട്രീനും ഒരുവിധം കനോണും നിക്കോണും ചേർന്ന് പിടിച്ചടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ.